ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ സമയം 1:30 ആയി കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും റെഡിയായി എവിടെ പോകാമെന്നറിയോ? ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മുടെ സോമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നമുക്ക് ലഞ്ചിന് പോകാമെന്ന് പറഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ ഹെലമോളുടെ ഡ്രസ്സിങ്. ഇത് നമ്മുടെ ഹേവലൂട്ടൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ ഷെറിൻ ഇതിൻ ഹെലമോക്ക് ഗിഫ്റ്റ് കൊടുത്ത് കൊടുപ്പാണ് കേട്ടോ. ഇത് 1-2 പ്രാവശ്യമൊക്കെ ഇട്ടു, വാഷ് ചെയ്തതിന് ശേഷം ഇത് പിന്നെ എടുത്തിട്ടു. അപ്പം ഇതാണ് ഹെലമോടെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഇതാണ് കേട്ടോ ഹേവലൂട്ടൻ്റെ കോസ്റ്റ്യൂം. ഇതായിരിക്കും ഹേവലൂട്ടൻ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ഞങ്ങൾ ലഞ്ചിന് പോവാണ്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കാണുക വെച്ചാൽ നമ്മളതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് എന്നെ കൂട്ടാക്കണം കേട്ടോ. എനിക്ക് എന്താ പറയുന്നത്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ എന്താ പറയുന്നത് വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത് ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കുന്നിടത്ത് എത്തിയിട്ട് കാണാം കേട്ടോ. ബർത്ത്ഡേകളൊക്കെ റെഡി ആയി വരുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹേബിലൂടനാണെങ്കിൽ അപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ് കേട്ടോ. ആക്ച്വലി ഇവനാണെങ്കിൽ ഇന്ന് എന്താ പറയുന്നത് ഒന്ന് വീണ് കേട്ടോ. വീണിട്ട് ഇങ്ങനെ തലയുടെ പുറകെ വശം ഒന്ന് ഇടിച്ചു. അതുകൊണ്ട് തന്നെ അവൻ അപ്പടി സാഡാണ്. ഇങ്ങനെ തലയുടെ പുറകിൽ ഇങ്ങനെ ഇത്തിരി മുഴച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റിൽ നിന്നാണ് കേട്ടോ വീണത്. ഈ ഒരു ടേബിളിൻ്റെ മണ്ടയ്ക്ക് നിന്നാണ് വീണത്. ആക്ച്വലി ഞാൻ രാവിലെ ചായ വെക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയപ്പോൾ ഇവനെ വോക്കറിൽ ഇരുത്തിയിട്ടാണ് പോയത് കേട്ടോ. പക്ഷേ ബൈ ദ ടൈം ഞാൻ ചായ ജസ്റ്റ് അടുപ്പിലേക്ക് വെച്ചു. ചായ ആണെങ്കിൽ അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും ഇവൻ വോക്കറേൻ തന്നെ ഇറങ്ങി സോഫയിൽ കയറി അതിൻ്റെ മണ്ട വഴി അവൻ ആ ടേബിളിൻ്റെ മണ്ടയ്ക്ക് കയറി. എന്നിട്ട് ഇതിന് പുറകിലേക്ക് തിരിഞ്ഞിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ താഴേക്ക് വീഴുന്നു. നമ്മൾ പോയിട്ട് ഡോറ് ക്ലോസ് ചെയ്തേ, പോകാറാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, അവൾ ഡോറ് ക്ലോസ് ചെയ്തതിന് കരയുന്നത് കണ്ടോ. അവൻ ആക്ച്വലി പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ പക്ഷേ ഡോറ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് പിടങ്ങി തിരിച്ചു വരുന്നുണ്ടോ. ഇത് കണ്ടോ ഹെലമോൾ ഇട്ടിരിക്കുന്ന ഒരു ബാഗ് ഉണ്ടോ. ആക്ച്വലി ഇതിൻ്റെ അറ്റത്തൊരു പാവയുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടൊരു പാവ. ഞാൻ കാണിച്ചു തരാം. അയ്യോ ഇതെന്താ പാവ, ഇങ്ങോട്ട് നോക്ക്, കണ്ടോ. ഇതുണ്ട് ഒരു ക്യൂട്ടൊരു പാവയെ കണ്ടോ. ആക്ച്വലി കഴിച്ച് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി കേട്ടോ, അവൾ വന്നിട്ട് ഹെലന് കൊടുത്താണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു നോ ആൻറ്റി, ഐ വാണ്ടഡ് ടു ഗിവ് ദിസ് വൺ ടു ഹെലൻ എന്ന് പറഞ്ഞിട്ട്, ഐ വാണ്ടഡ് ടു ഗിവ് ദിസ് വൺ ടു ദിസ് ഗേൾ, ഐ ലൈക്ക് ഹർ സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെലന് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഹെലൻ അത് പൊന്നു പോലെയാണ് സൂക്ഷിക്കുന്നത്. അവളത് എവിടെ പോയാലും അവളുടെ ബാഗിൻ്റെ സൈഡിലിട്ടിട്ടാണ് കൊണ്ടു നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവളത്രയും എന്താ പറയുന്നത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് അവളുടെ സാധനങ്ങൾ. അവൾ ആരെങ്കിലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അത്രയും എന്താ പറയുന്നത് ഭംഗിയായിട്ട് അത് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കണ്ട എന്ത് ക്യൂട്ടാന്നൊക്കെ. ഇതാണ് കേട്ടോ ഇച്ചു റെഡിയായി. ഇതാവൂടും ഞാൻ ക്യാമറ പുറകെ കൊടുക്കണം, ആൾ തിരിഞ്ഞു പോലും നോക്കണില്ല. ഇതാ ഹേബലുകുട്ടനും അപ്പായും ഇതാ റെഡിയായി ഇറങ്ങിയിരുന്നു. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഹെലമോൾ ഹൈഡാപ്പി ഇപ്പം നമുക്ക് പുറത്തുനിന്ന് കാണാം. അവൻ ഓൾറെഡി പുറത്തേക്ക് ഇറങ്ങി. ഹെലമോൾ എവിടെ പോവാ? എവിടെ ഫുഡ് കഴിക്കാൻ? ഓക്കെ വേണ്ട ഹൈഡാപ്പി റെഡിയായി. ഇതേണ്ടേ ഹൈഡാപ്പി റെഡിയായി. ഇതാ കയറുന്നു. മോനെ അമ്മയുടെ ബാഗ് എടുത്ത് പുറകെ വെക്കണേ. ഇതാണോ ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ നിൽക്കുന്നതാണ്ടോ. ഇതേ ഞങ്ങളുടെ അമ്മ നാട്ടിൽ നിന്ന് ഇന്നലെ ഇങ്ങനെ ലാൻഡ് ചെയ്തോളൂ. ഇന്നലെ ലാൻഡ് ചെയ്ത വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇതാ ഹെലമോൾ ഇതേ അമ്മച്ചിയുടെ മടിയിലിരുന്നു. ഓക്കെ പപ്പ വ്ളോഗ് കാണുമായിരിക്കും അല്ലേ. വേണ്ട ഞങ്ങളുടെ ബർത്ത്ഡേ തല ഇങ്ങോട്ട് കാണിച്ചേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നിടത്തെത്തി. ടേബിലോട്ടിനൊരു ബേബി ചെയർ ഇട്ട് കൊടുത്തിട്ടോ. അതിലങ്ങ് രാജകീയമായിട്ടിരുന്ന ആൾ. ഇതുണ്ട് ഞങ്ങൾ ഇലയിൽ ഊണാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇലയിലേക്ക് കറികളൊക്കെ വിളമ്പുന്ന കാണുന്നത്. വേണ്ടേ സോമിയുടെ അമ്മ, സജ്ജു മാമൻ, ഇവിടെ സോമി ആൻറ്റി, എല്ലാവരും കറിയൊക്കെ കഴിച്ച് നോക്കുന്ന കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മുതിരയും അതുപോലെ തന്നെ വാഴയുടെ പിണ്ടിയിട്ട ഒരു തോരനുണ്ടായിരുന്നു, ചോറ്, പിന്നെ അച്ചാറ്, മാങ്ങാ ചമ്മന്തി, പിന്നെ മോരുമുളക്, പിന്നെ മോര്. അവിടെ ഒരു കുഞ്ഞു കൊച്ചു വന്നു കേട്ടോ.
ആ കുഞ്ഞുമായിട്ട് ഹെലമോൾ കളിക്കുന്ന കേട്ടോ കാണുന്നത്. പിന്നെ ഈ ചോറിൻ്റെ കൂടെ നമുക്ക് മീൻകറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി കൂട്ടം കറികളുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വലിയ സ്പൈസി ഒന്നും അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 മീൻ ഓർഡർ ചെയ്തു കേട്ടോ. ഇതിന് കൂടെ തന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ 2 ഫിഷ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു. അടിപൊളി ഊണായിരുന്നു. ഇതേണ്ടേ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ കാണുന്നത്. ഇതിൽ നിന്ന് ഞങ്ങൾ ഇച്ചിരി ഉള്ളിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ വിചാരിക്കുന്നത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കേട്ടോ കാണുന്നത്. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത മീൻ. കിളിമീനാണ് കേട്ടോ. കിളിമീനും വേറെ എന്തോ ഒരു മീനും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന കേട്ടോ കാണുന്നത്. ഞങ്ങൾ ഫുഡ് പാനിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. സജിമാവൻ ഇതെൻ്റെ ഹേവലൂട്ടനെ കൂടി പോകുന്നു. ഞാനും സോമി അമ്മയും കൂടെ നടന്നു വരുന്നത്. ഇച്ചു കാറിലിരുന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം ഞങ്ങളിത് അറിഞ്ഞു പോലും ഇല്ല ഇച്ചു വീഡിയോ എടുത്തത്. ഞങ്ങൾ കാറിലേക്ക് നടന്നു വരുന്നതാണ് കേട്ടോ കാണുന്നത്. ഹെലമോൾ ഇതേണ്ട സോമീൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ഭയങ്കര കെയർഫുള്ളായിട്ട് സോമി ആൻറ്റിയും കൊണ്ട് വരുന്നതാണ് കേട്ടോ കാണുന്നത്. അത് ഈ വീഴാതെ നടക്കണേ, കുഞ്ഞുവാവയുണ്ട് വയറ്റിലെന്നൊക്കെയാണ് കേട്ടോ ഹെലമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, തിരിച്ചെത്തി. ഇനി ബർത്ത്ഡേ പാർട്ടി തുടരും. പക്ഷെ അതൊക്കെ സർപ്രൈസാണ്. കണ്ടോ ഹേവലോട്ട് നിന്ന്. ഹേബൽ എവിടെ പോയതാ ഹേബലെ? മമ്മം കഴിച്ചോ മമ്മം? ഞങ്ങളങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെടുത്തി. ഇത് ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ സോമിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം തിരിച്ചു വന്നു. ആക്ച്വലി എന്താ പറയുക, കേക്ക് കട്ട് ചെയ്തില്ല, കാരണം അവരും കേക്ക് കട്ടിങ് വേണ്ട എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഗിഫ്റ്റ് വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പം ഇച്ചൊരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിയാന്ന് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങി കേട്ടോ. അപ്പം നമുക്കതുകൊണ്ടൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഗിഫ്റ്റ് എന്നാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഇതേണ്ട ഹെലമോളാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഗിഫ്റ്റ് എല്ലാമായിട്ട് ഇതാ ഗിഫ്റ്റേ കയറി. ഹേബലൂട്ടിന് ലിഫ്റ്റ് ഞെക്കണം എന്നാണ്. ഹേബലൂട്ടാ ഞെക്ക. ആ ഓക്കെ, ഹെലമോടെ വീഡിയോ എടുക്കണം എന്നാണ്. ഹെലമോൾ എവിടെ പോവാ? ഓക്കെ, പിന്നെയും ഞെക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ലിഫ്റ്റ് വന്നപ്പോഴത്തേക്കും കണ്ടോ ഓടിക്കതച്ച് സ്റ്റെയറിൽ കയറി വന്ന് വെച്ചിനെ കണ്ടോ. അങ്ങനെ നമുക്ക് മെല്ലെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറയാം. സജിമാവ് നിൽക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകൾ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സോമിക്ക് ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇതാണ്. ആക്ച്വലി കുഞ്ഞുവാവ് വരാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബേബി ബാഗാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. എൻ്റെ ഹേബലൂട്ടൻ ഇതെൻ്റെ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന കേക്ക് ഇതെൻ്റെ സജിമാമൻ മുറിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നാണ് കേട്ടോ കാണുന്നത്. ഇതെൻ്റെ ഹേബലൂട്ടിൻ്റെ സജിമാമൻ അന്വേഷിച്ച് പോകുന്ന കേട്ടോ കാണുന്നത്. കിച്ചണിലേക്ക് ഓടി പോകുന്ന കാണുന്നത്. അപ്പം നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പം ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ വ്ളോഗ്. അങ്ങനെ ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി ഹെലമോൾ പറയുന്നത് ഹേഡാപ്പിയുടെ തലയിലിരിക്കുന്ന തൊപ്പി ഹെലമോടെയാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോപ്പറേറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.